ഹായ് ഹലോ നമസ്കാരം. നമ്മളൊരു കിടിലൻ പടം കണ്ടിരിക്കുകയാണ്. സൂപ്പർ പടം. സന്തോഷമായിട്ടായി പടം കണ്ടു കഴിഞ്ഞപ്പോൾ. അത്രയേറെ ചിരിക്കാനുണ്ട്. നന്നായിട്ട് ചിരിക്കാൻ പറ്റിയ ഒരു ചെറിയ പടമാണിത്. ചെറിയ പടമാണെങ്കിൽ ഇതിൻ്റെ മേക്കിംഗ് അതിമനോഹരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ സിനിമയുടെ സംവിധായകന് കൊടുക്കണം മാർക്ക്. അടിപൊളിയായിട്ട് പുള്ളിക്കാരെ സ്ക്രിപ്റ്റ് ഒരുക്കിയിരിക്കുന്നു. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് ഇതുപോലെ ഇരിക്കണം. ഇതുപോലത്തെ ഒരു ഐറ്റം സ്ക്രിപ്റ്റ് സൂപ്പറായിട്ട് ചെയ്തിരിക്കുകയാണ്. സംവിധാനവും രചനയും അഭിനയവും കൂടി സമന്വയിപ്പിച്ച സംവിധായക നിങ്ങൾ അടിപൊളിയാക്കി മാറ്റി. JP തുമ്മിനാടാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം. ഏതാണ് ആ ചിത്രം? സൂ ഫ്രം സോ എന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. സുലോചന ഫ്രം സോമേശ്വര. പേടിപ്പെടുത്തുന്ന ഹൊറർ സിറ്റുവേഷനുകളൊക്കെ ആയിട്ട് കൂട്ടിക്കലർത്തി നമ്മളങ്ങോട്ട് അതിലേറെ കിടിലിനാക്കി ചിരിപ്പിച്ച് സൂപ്പറാക്കി മാറ്റിയ സിനിമ. ചിരിയുടെ ആറാട്ട് അതേപോലത്തെ സിനിമ. ഈ സിനിമ പോയി കാണണം കേട്ടോ. കിടുവാണ്. ഇപ്പൊ കന്നഡ പടം മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് മലയാളത്തിൽ ഡബൊക്കെ ചെയ്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ക്വാളിറ്റി ഐറ്റം ഒന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാന്ന് തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയേണ്ടി വരും. കാരണം ഡബിങ്ങിലൊക്കെ വളരെ അവിടെ ഇവിടെയൊക്കെ ഇത്തിരി വിള്ളലും പൊട്ടലും ഒരു അലമ്പായി പോകലും താഴ്ന്നു പോകലും അല്ലെങ്കിൽ ആ സിങ്ക് കറക്റ്റായിട്ട് വരാത്ത ഒരവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ ഉണ്ടല്ലോ, നന്നായിട്ട് ഡബ് ചെയ്തിരിക്കുന്ന ആ താരങ്ങൾ സൂപ്പറാക്കി മാറ്റിയേക്കുന്നു. അവർക്കൊരു സല്യൂട്ട് കൊടുക്കണം. മലയാളത്തിൽ ഡബ് ചെയ്തിട്ടുള്ള കിടിലിനായിട്ടുള്ള കലാകാരന്മാരെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. സൂപ്പറാക്കി മാറ്റി. ഈ ചിത്രം കേരളത്തിൽ റിലീസ് ചെയ്യാനായിട്ട് അതിൻ്റെ ഡബിങ്ങും പരിപാടികളൊക്കെ ചെയ്തു തീർത്തത് വേഫെയർ ഫിലിംസ് ആണ്. ദുൽഖർ സൽമാൻ്റെ കമ്പനി അങ്ങനെയാണ് ചെയ്തത്. വടക്കേ ഇന്ത്യയിലൊക്കെ AA ഫിലിംസിൻ്റെ കമ്പനിക്കാരാണ് ചെയ്തത്. പക്ഷെ ഇവിടെ ദുൽഖർ അത് ഏറ്റെടുത്തു. രാജ് ബി ഷെട്ടി പ്രൊഡക്ഷൻ നിർമ്മിച്ച സിനിമയാണ് കേട്ടോ ഈ പടം. സൂപ്പർ പടം. ഫ്രം സോ സൂപ്പർ അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാലേ നമ്മൾ സിനിമ കാണുമ്പോൾ ബോറടി ഉണ്ടാവില്ല. ബോറടി ഒന്നും ഇല്ലാത്ത ഒരു അടിപൊളി മേക്കിങ്, പാട്ടുകൾ സൂപ്പർ. അതുപോലെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന രവി അണ്ണൻ കിടിലൻ. ഷനിൽ ഗൗതമാണ് രവി അണ്ണനെ സൂപ്പറാക്കി ചെയ്തത്. ഷനിൽ ഗൗതം സൂപ്പറാക്കി മാറ്റി. രവി അണ്ണൻ അമ്മാതിരിയാണ് സിനിമയിൽ, അമ്മാതിരി. പിന്നെ ഭാനു, അശോക എന്നുള്ള കഥാപാത്രം ചെയ്തത് നമ്മുടെ സംവിധായകൻ JP തുമ്മിനാടാണ്. അടിപൊളിയാക്കി മാറ്റി. സതീഷ് അണ്ണൻ, പിന്നെ കരുണാകര ഗുരുജി, അതാണ് നമ്മുടെ രാജ് ബി ഷെട്ടി ചെയ്ത കഥാപാത്രത്തിൻ്റെ പേര് അതാണ്. പുള്ളിയൊക്കെ കിടിലിനാക്കി മാറ്റിയിട്ടുണ്ട്. ഗരുഡ ഗമന ഋഷഭവാഹനയിൽ കണ്ട നമ്മുടെ രാജ് ബി ഷെട്ടി നിർമ്മിച്ച് അഭിനയിച്ച്, അതുപോലെ നമ്മുടെ രവിയണ്ണൻ കിഡിലോസ്കി ആക്കി മാറ്റി. എല്ലാ താരങ്ങളും ഇപ്പോൾ കുറേ പേരുണ്ട്. എല്ലാവരുടെ പേരൊന്നും എനിക്കറിയില്ല. കന്നഡ താരങ്ങളാണ് കൂടുതലായിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അഭിനയിച്ച് വലിപ്പിച്ച് കിട്ടുന്ന വേഷത്തെ സൂപ്പറാക്കി മാറ്റിയ സൂപ്പർ പടം. ഇതാണ് മക്കള് പടം. വേറെ ലെവല്, വേറെ റൈറ്റിംഗ് ആണ്. JP തുമ്മിനാടിന് വീണ്ടും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം രചനയും സംവിധാനവും സ്ക്രിപ്റ്റ് അതുപോലെ, അതായത് കയ്യിൽ നിന്ന് പോകാത്ത വിധത്തിൽ സിനിമയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അദ്ദേഹം കാണിച്ചു തന്നേക്കാണ്. ഫസ്റ്റ് ഹാഫ് കോമഡി, സെക്കൻഡ് ഹാഫിലൊക്കെ വരുമ്പോൾ കോമഡി വിട്ടുപോകാതെ വൈകാരികമായ മുഹൂർത്തങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള കഥ പറച്ചിൽ അത് അടിപൊളിയാക്കി മാറ്റി. ക്ലൈമാക്സ് കിട്ടു എന്ന് പറഞ്ഞ് കില്ലാടി. പോയി കണ്ടു നോക്കട്ടാ. കിടിലൻ പടമാണ്. നമ്മൾ കൈരളി ചാനലൊക്കെ വരുന്ന ഡബിങ് ആയിട്ടുള്ള പടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലതൊക്കെ കോമഡി ആയിട്ട് തോന്നാറില്ലേ. പക്ഷെ ഈ പടം കാണണം കേട്ടോ. അത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട പടമാണ്. പാട്ടുകളൊക്കെ ഗംഭീരമായി. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സൂപ്പറാക്കിയിട്ടുണ്ട്. സന്ദീപ് തുളസീദാസാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത്. അടിപൊളിയാക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം അത് അടിപൊളിയായിട്ട്. ക്യാമറ ട്രിക്സ് ഒക്കെ സൂപ്പറാക്കി ചെയ്തു വെച്ചിട്ടുണ്ട്. S ചന്ദ്രശേഖരനാണ് അത് ചെയ്തിട്ടുള്ളത്. അതുപോലെ എഡിറ്റർ നിതിൻ ഷെട്ടിയാണ്. സൂപ്പറാക്കി മാറ്റി മക്കളെ. സൂപ്പർ പടമാണിത്. അടിപൊളിയായിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരിയോട് തോന്നാവുന്ന, അതായത് നമ്മുടെ അശോകന് ഒരു ചെറുപ്പക്കാരിയോട് തോന്നാവുന്ന പ്രണയം അങ്ങനെ ഒരു വലിയ സംഭവമായിട്ട് വികസിക്കുകയാണ്. സംഭവ കഥയായിട്ട് മാറുകയാണ്. സിനിമ അതുപോലത്തെ രസകരമായിട്ടൊരു മുഹൂർത്തമായിട്ട് നമ്മളെ ഇങ്ങനെ അടിപൊളിയാക്കി ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സൂപ്പർ പടം. കന്നഡ പടം മലയാളത്തിൽ വന്നിട്ട് ഇതേപോലത്തെ ഒരു വൈബ്, ആഹാ, അത് വേറെ ലെവലായി പോയി. വേറെ ഐറ്റം, വേറെ കിടു മൂഡ്. അതാണ് ഫ്രം സോ.